നർത്തകൻ RLV രാമകൃഷ്ണനെതിരായ ജാതീയ അധിക്ഷേപ കേസിൽ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ കുറ്റപത്രം തയ്യാർ. യൂട്യൂബ് ചാനലിലെ വിവാദമായ അഭിമുഖത്തിൽ രാമകൃഷ്ണനെ തന്നെയാണ് സത്യഭാമ അധിക്ഷേപിച്ചതെന്നും പട്ടികജാതിക്കാരനാണ് എന്ന ബോധ്യത്തോടെയാണ് സംസാരിച്ചതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. അഭിമുഖം സംപ്രേഷണം ചെയ്ത യൂട്യൂബ് ചാനൽ ഉടമ സുമേഷ് മാർക്കോപോളയും കേസിൽ പ്രതിയാണ്. ശാലിനിയുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. ശാലിനി, എത്ര തന്നെ സമൂഹം വാർന്നിരുന്നാലും ഈ ജാതീയ അധിക്ഷേപം അതൊരിക്കലും മാറില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് RLV രാമകൃഷ്ണനെതിരായ ഈ ഒരു പരാമർശം. എന്തായാലും സത്യഭാമയ്ക്കെതിരെ കുറ്റപത്രം ഉണ്ടായിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട് ഈ രാമകൃഷ്ണനെ തന്നെയാണ് സത്യഭാമ അധിക്ഷേപിച്ചതെന്നുള്ള കാര്യം. ഒപ്പം പട്ടികജാതിക്കാരനായതുകൊണ്ട് അതുകൊണ്ടൊരു ബോധ്യം അവർക്കുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ സംസാരിച്ചതെന്നും. രജനി, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കലാഭവൻ മണിയുടെ സഹോദരനും നർത്തകനുമായ RLV രാമകൃഷ്ണനെതിരെയാണ് ഇത്തരത്തിലൊരു ജാതീയ അധിക്ഷേപം കുറച്ച് നാളുകൾക്ക് മുൻപ് നർത്തകിയും ഒപ്പം തന്നെ അധ്യാപിക കൂടിയായ നൃത്ത അധ്യാപിക കൂടിയായ സത്യഭാമ നടത്തുകയും ചെയ്തത്. ഈ ജാതീയ അധിക്ഷേപത്തിലാണ് ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് കുറ്റപത്രം തയ്യാറാക്കിയിട്ടുള്ളത്. ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളാണ് ഈ കുറ്റപത്രത്തിൽ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കൃത്യമായി തന്നെ RLV രാമകൃഷ്ണനെ ഉദ്ദേശിച്ച് തന്നെ ജാതീയ അധിക്ഷേപം നടത്തിയതാണ് എന്നുള്ളതാണ് ഈ കുറ്റപത്രത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ യൂട്യൂബ് ചാനൽ, ഈ ഒരു വിവാദ ഇന്റർവ്യൂ പുറത്തുവിട്ട യൂട്യൂബ് ചാനലിനെതിരെയും പോലീസിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകുന്നുണ്ട്. കുറ്റപത്രത്തിലും അത്തരത്തിലുള്ള നടപടി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. യൂട്യൂബ് ചാനലിന്റെ ഉടമ കൂടിയായിട്ടുള്ള സുമേഷ് മാർക്കോപോളയ്ക്കെതിരെയും പ്രതി ചേർത്തുകൊണ്ടാണ് ഈ ഒരു കുറ്റപത്രം ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. എത്ര പേജുള്ള കുറ്റപത്രമാണ് എന്നുള്ളത് നമുക്ക് ഔദ്യോഗികമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പോലും ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ കന്റോൺമെന്റ് പോലീസ് ഇക്കാര്യത്തിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഒരു വിവാദം ഉണ്ടായി, ഈ ഒരു വാർത്ത പുറത്തു വന്ന് ദൃശ്യങ്ങളും വീഡിയോ അടക്കം പുറത്തു വന്നതിന് ശേഷം താൻ അത്തരത്തിലൊരു ജാതീയ അധിക്ഷേപം നടത്തിയിട്ടില്ല എന്നുള്ള വിശദീകരണവുമായി പിന്നീട് സത്യഭാമ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നിരുന്നു. മാധ്യമങ്ങൾക്കടക്കം മുന്നിൽ വലിയ രീതിയിൽ പൊട്ടിത്തെറിക്കുന്ന സാഹചര്യത്തിലേക്ക് അന്ന് കാര്യങ്ങൾ എത്തിയതുമാണ്. മോഹിനിയാട്ടം കളിക്കുന്നവർ അത് മോഹിനിയായിരിക്കണം, ഇത്തരത്തിലൊരു പുരുഷൻ വേഷം കെട്ടി കളിക്കുന്നത് മോഹിനിയാട്ടമല്ല എന്നുള്ള രീതിയിൽ കറുത്ത നിറത്തെ അടക്കം അധിക്ഷേപിച്ചുകൊണ്ടാണ് അന്ന് ജാതി പറഞ്ഞ് സത്യഭാമ ചില പരാമർശങ്ങൾ നടത്തിയത്. അതിപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് പട്ടികജാതിക്കാരനായ അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് തന്നെയാണ് RLV രാമകൃഷ്ണനെതിരെ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിട്ടുള്ളത്. മുൻപും RLV രാമകൃഷ്ണനെതിരെ സത്യഭാമയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഈ കുറ്റപത്രത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ 20-ലധികം സാക്ഷികൾ, പ്രമുഖ നടനും സംവിധായകനുമായ സിദ്ധാർത്ഥ് അടക്കം 20-ലധികം വരുന്ന ആളുകളുടെ മൊഴിയടക്കം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു കുറ്റപത്രം ഇപ്പോൾ പോലീസ് തയ്യാറാക്കിയിട്ടുള്ളത്. ഉടൻ തന്നെ ഇത് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. കോടതിയുടെ ഭാഗത്ത് നിന്ന് കുറ്റപത്രം പരിശോധിച്ച് ഈ കേസിൽ നിർണായകമായിട്ടുള്ള വിധി വരും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ കുറ്റക്കാരി എന്ന് കോടതിക്ക് മുൻപിൽ തെളിയുകയാണെങ്കിൽ 5 വർഷം വരെ തടവ് സത്യഭാമയ്ക്ക് ലഭിക്കുന്ന കുറ്റമാണ് സത്യഭാമയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് അക്കാര്യത്തിൽ കുറ്റം തെളിയുകയാണെങ്കിൽ സത്യഭാമയ്ക്ക് 5 വർഷം വരെ കഠിന തടവിന് വിധി ഉണ്ടാകും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും കന്റോൺമെന്റ് പോലീസ് ഉടൻ തന്നെ ഈ ഒരു കുറ്റപത്രം പോലീസ് കോടതിക്ക് മുൻപാകെ ഹാജരാക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കുറ്റപത്രത്തിൽ കൃത്യമായി തന്നെ ഈ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തെളിഞ്ഞിട്ടുമുണ്ട്. പ്രത്യേകിച്ച് 20-ലധികം സാക്ഷികളുടെ സാക്ഷിമൊഴികൾ, ഒപ്പം തന്നെ ആ വീഡിയോ അടക്കമുള്ള കാര്യങ്ങൾ തെളിവുകളായി ശേഖരിച്ചുകൊണ്ടാണ് പോലീസ് ഇത്തരത്തിലൊരു കുറ്റപത്രം തയ്യാറാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒരുപക്ഷെ സമൂഹത്തിൽ നിരക്കാത്ത രീതിയിലുള്ള ജാതീയ അധിക്ഷേപവും പരാമർശങ്ങളുമാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് ഈ വീഡിയോയിലൂടെ സത്യഭാമ പറഞ്ഞത്. ആ പറഞ്ഞതിനെതിരെ പിന്നീട് ആ വിവാദമായതിന്റെ പശ്ചാത്തലത്തിൽ RLV രാമകൃഷ്ണൻ പോലീസിനെ സമീപിക്കുകയും നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയുമായിരുന്നു. വിവിധ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് വലിയ രീതിയിൽ കേസന്വേഷണം നടന്നു. തെളിവുകൾ, സാക്ഷിമൊഴികൾ, വീഡിയോ രേഖകൾ അടക്കം പരിശോധിച്ചാണ് ഇപ്പോൾ ഔദ്യോഗികമായ ഒരു കുറ്റപത്രം തയ്യാറാക്കി കോടതിക്ക് മുൻപാകെ സമർപ്പിക്കാൻ കന്റോൺമെന്റ് പോലീസ് തയ്യാറെടുക്കുന്നത്. രജനി. ശരി ശാലിനി, എന്തായാലും ഏറെ വിവാദമായ ഒരു സംഭവമായിരുന്നു RLV രാമകൃഷ്ണനെതിരായ ജാതീയ അധിക്ഷേപ പരാമർശം. ഇപ്പോൾ സത്യഭാമയ്ക്കെതിരെ കുറ്റപത്രം തയ്യാറായിരിക്കുകയാണ്. ശാലിനിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.